അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൽഫുസാത്ത് സയ്യിദുനാ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുവൻ ജീവിതം അള്ളാഹുവിനു വേണ്ടി അർപ്പിക്കുന്ന പക്ഷം അള്ളാഹു സ്വയം അവനെ സംരക്ഷിക്കുന്നതാണ്. ഏതൊരു വ്യക്തി അള്ളാഹുവിനോട് അനവദ്യ മധുരമായ സ്നേഹബന്ധം പുലർത്തുന്നുവോ അള്ളാഹു അവൻ്റെ അവയവങ്ങളായി തീരുന്നുവെന്ന് ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. മറ്റൊരു നിവേദനപ്രകാരം അവൻ്റെ സൗഹൃദം ഏതറ്റം വരെ പോകുന്നുവെന്നാൽ അവൻ്റെ കൈകാലുകളും അവൻ സംസാരിക്കുന്ന നാവ് പോലുമായി തീരുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ വിഷയേച്ഛകളിൽ നിന്ന് പരിശുദ്ധി ആർജിക്കുകയും ദൈവേച്ഛയ്ക്ക് അധീനപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഒരു പ്രവൃത്തിയും നിയമവിരുദ്ധമാവുകയില്ല. മറിച്ച് ഏതൊരു പ്രവൃത്തിയും ദൈവഹിതമനുസരിച്ചായിരിക്കും. അതിലുമുപരി അള്ളാഹു അവൻ്റെ പ്രവൃത്തികളെ സ്വപ്രവർത്തികളായി പ്രഖ്യാപിക്കുന്നു. ദൈവസാമീപ്യത്തിൻ്റെ ഒരു പദവിയാണിത്. ആത്മീയ പ്രയാണഘട്ടങ്ങളെ പൂർണ്ണമായി താണ്ടാത്തവർ ഇവിടെ എത്തി ഒന്നുകിൽ കാലിടറുകയോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാതെ ദൈവസാമീപ്യത്തിൻ്റെ തത്വം മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണയാൽ അദ്വൈത ദർശനം കെട്ടിയുണ്ടാക്കുകയോ ആണ് ചെയ്തത്. മനുഷ്യൻ പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നിടത്തെല്ലാം ആ പ്രവൃത്തി ദൈവാഭീഷ്ടം അനുസരിച്ചായിരിക്കില്ലെന്നും ദൈവപ്രീതി അതിനെതിരായിരിക്കുമെന്നുമുള്ള കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. അങ്ങനെയുള്ള വ്യക്തി വിധേയപ്പെടുന്നത് സ്വന്തം വികാരങ്ങൾക്കായിരിക്കും, ദൈവാഭീഷ്ടങ്ങൾക്കായിരിക്കില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ വലി എന്ന് വിളിക്കപ്പെടുകയും അവൻ ജീവിതം ഏറ്റെടുക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരുവിധ ചലനങ്ങളും ദൈവിക ഗ്രന്ഥത്തെ ആസ്പദമാക്കാതിരിക്കില്ല. തൻ്റെ ഏതൊരു സംഗതിയും അവൻ ദൈവിക ഗ്രന്ഥത്തിലേക്ക് മടക്കുകയും അതിൻ്റെ അഭിപ്രായം ആരായുകയും ചെയ്യുന്നു. അവൻ്റെ ജീവനെടുക്കുന്നതിൽ ദൈവം വല്ലാതെ മടിക്കുമെന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. മടി കാണിക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണല്ലോ. ഒരു പ്രത്യേക യുക്തിജ്ഞാനത്താൽ അവന് മരണം നൽകുന്നുവെന്നാണ് ഉദ്ദേശ്യം. മഹത്തായൊരു യുക്തിജ്ഞാനത്താൽ അവനെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നു. അല്ലായിരുന്നെങ്കിൽ അത്തരം വ്യക്തിയുടെ ജീവിതം ഏറെ പ്രിയപ്പെട്ടതത്രേ. ആകയാൽ ദൈവം ജീവനെടുക്കാൻ മടിക്കത്തക്ക രീതിയിലുള്ള ജീവിതമല്ല മനുഷ്യൻ്റേതെങ്കിൽ അവൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവനാണ്. ഒരാടിനെക്കൊണ്ട് നിരവധി പേർക്ക് ജീവിതം കഴിക്കാം. അതിൻ്റെ തോലും പ്രയോജനപ്രദമാണ്. മനുഷ്യനെക്കൊണ്ട് ഒരു നിലയിലും മരിച്ചാൽ പോലും ഗുണമില്ല. എന്നാൽ സദ്വൃത്തനായ വ്യക്തിയുടെ സ്വാധീനം അവൻ്റെ സന്താനങ്ങളിലും ചെലുത്തുകയും അവന് പ്രയോജനമെടുക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവൻ മരിക്കുന്നില്ല തന്നെ. മരിച്ചാലും ഒരു പുതുജീവിതം അവർക്ക് നൽകപ്പെടുന്നു. ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാം പറയുകയുണ്ടായി, ഞാൻ കുട്ടിയായിരുന്നു, വയോധികനായി. ദൈവത്തെ ആരാധിക്കുന്ന ഒരാളെയും നിന്ദ്യമായ അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ സന്താനങ്ങളെ ഭിക്ഷയാചിക്കുന്നതായും കണ്ടിട്ടില്ല. മുത്തക്കിയുടെ സന്താനങ്ങളെയും അള്ളാഹു ഏറ്റെടുക്കുന്നുവെന്ന് ചുരുക്കം. അതേസമയം അക്രമി തൻ്റെ കുടുംബാംഗങ്ങളെയും ദ്രോഹിക്കുന്നുവെന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. എന്തെന്നാൽ അവൻ്റെ ദുസ്വാധീനം അവരെ ബാധിക്കുന്നു. ആകയാൽ നിങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ ദൈവികോദ്ദേശം നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ്റേതായി തീരുകയുമാണെന്ന് മനസ്സിലാക്കേണ്ടത് എത്രമാത്രം അനിവാര്യമാണ്. ലൗകികത നിങ്ങളുടെ പരമലക്ഷ്യമാകരുത്. ഈ ഒരു കാര്യം ആവർത്തിച്ചു ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ് എന്നതുകൊണ്ടാണ്. അവൻ അകന്നിരിക്കുന്നതും ഇതിൽ നിന്ന് തന്നെ. നിങ്ങൾ ലൗകിക വ്യാപാരങ്ങൾ ഉപേക്ഷിച്ച് ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അകന്ന് വനാന്തരങ്ങളിലോ കുന്നിൻ മുകളിലോ പോയിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇസ്ലാം അതനുവദിക്കുന്നില്ല. സന്യാസം ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യനെ ശുഷ്കാന്തിയുള്ളവനും സമർത്ഥനും സജീവനുമാക്കാനാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്വന്തം വ്യാപാരങ്ങൾ കഠിനാധ്വാനത്തോടെ ചെയ്തുകൊള്ളുക. നിലം കൈവശമുള്ള വ്യക്തി കൃഷി ചെയ്യാതെ മടിച്ചിരുന്നാൽ അവൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. ആകയാൽ ഇതിനെ ലൗകിക വ്യാപാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നർത്ഥത്തിലെടുക്കുന്നവർ അബദ്ധത്തിലാണ്. സംഗതി അതല്ല. വാസ്തവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വ്യാപാരങ്ങളിൽ അത്രയും ദൈവപ്രീതിയാണ് ലക്ഷ്യം വെക്കേണ്ടത്. ദൈവാഭീഷ്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ലക്ഷ്യങ്ങൾക്കും പ്രേരണകൾക്കും പ്രാമുഖ്യം നൽകരുത്. കേവലം സുഖാഡംബരങ്ങളോടുകൂടി ജീവിതം നയിക്കുക എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അവൻ്റെ വിജയങ്ങളുടെയും പരമലക്ഷ്യം തിന്നുക, കുടിക്കുക, ഉടുക്കുക, ഉറങ്ങുക
ഇവ മാത്രമാണെങ്കിൽ, അള്ളാഹുവിനു വേണ്ടി അവൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനവുമില്ലെങ്കിൽ, ഓർത്തുകൊള്ളുക, അങ്ങനെയുള്ള വ്യക്തി അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതത്തിൽ നിന്ന് മുഖം തിരിക്കുന്നവനാണ്. തത്ഫലമായി അവൻ്റെ കഴിവുകൾ മെല്ലെ മെല്ലെ വ്യർത്ഥമായി ഭവിക്കുന്നതാണ്. ഏതൊരു ഉദ്ദേശത്തിനായാണോ നാം ഒരു വസ്തു വാങ്ങുന്നത്, ആ ഉദ്ദേശം നടക്കാതിരുന്നാൽ ആ വസ്തു ഒന്നിനും കൊള്ളില്ലെന്നായിരിക്കും നാം പറയുക. ഉദാഹരണമായി, കസേരയോ മേശയോ നിർമ്മിക്കുന്നതിനായി നാം മരമെടുക്കുന്നു. എന്നാൽ അത് കൊള്ളില്ലെങ്കിൽ അതിനെ നാം ഇന്ധനമായി ഉപയോഗിക്കും. ഇതുപോലെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ദൈവികാരാധനയാണ്. ബാഹ്യകാരണങ്ങളാലും ഉപരിപ്ലവ ബന്ധങ്ങളാലും അവൻ തൻ്റെ പ്രകൃതം മാറ്റി വ്യർത്ഥമാക്കുന്ന പക്ഷം അള്ളാഹു അവനെ ഗൗനിക്കുന്നതല്ല. കുൽമാ യൗബോബിക്കും റബ്ബി ലൗലാ ദുആഉക്കും എന്ന വചനം സൂചിപ്പിക്കുന്നതും ഈ സംഗതിയത്രേ. മുമ്പൊരിക്കൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നുവല്ലോ. ഞാനൊരു വനത്തിൽ നിൽക്കുന്നതായി സ്വപ്നത്തിൽ കാണുകയുണ്ടായി. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു വലിയ നീർച്ചാൽ ഒഴുകുന്നുണ്ടായിരുന്നു. ആ നീർച്ചാലിൻ്റെ വക്കിൽ ഓരോ ആടിനെയും ഓരോ അറവുകാരൻ പിടിച്ചു കിടത്തി അവിടെ കഴുത്തിൽ കത്തിവെച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഞാൻ അവരിലേക്ക് നടന്നടക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ അവർ ദൈവകൽപ്പന പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഈ വചനം ഓതി, കുൽമാ യൗബൗബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ഇത് കേൾക്കേണ്ട താമസം അറവുകാർ ഉടനെ കത്തി ചലിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താണ്? മാലിന്യം ഭുജിക്കുന്ന ആടുകൾ മാത്രം. ചുരുക്കത്തിൽ അള്ളാഹു മുത്തക്കിയുടെ ജീവിതം ശ്രദ്ധിക്കുകയും അതിനോട് പ്രേം കാണിക്കുകയും ചെയ്യുന്നു. ദൈവേച്ഛയ്ക്കെതിരായി നടക്കുന്നവനെ അവൻ ഗൗനിക്കുന്നതല്ല, അവനെ നരകത്തിലിടുന്നു. ആകയാൽ സ്വാത്മാവിനെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക ഏതൊരാൾക്കും അനിവാര്യമത്രേ. ക്ലോറോഫോം മയക്കുന്നത് പോലെയാണ് പിശാചി മനുഷ്യനെ നശിപ്പിക്കുന്നത്. അവനെ അശ്രദ്ധയുടെ നിദ്രയിലാഴ്ത്തിക്കൊണ്ട് ആ അവസ്ഥയിൽ തന്നെ നശിപ്പിച്ചു കളയുന്നു. മൽഫൂസാത്ത് വാള്യം 1 പേജ് 168 മുതൽ 171 വരെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.